പാനൂരിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നോക്കുന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടന പശ്ചാത്തലത്തിൽ കർശന നടപടികൾക്ക് ADGPയുടെ നിർദ്ദേശം. അതിർത്തികളിലടക്കം പരിശോധന കർശനമാക്കാനാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി കമലേഷ് ഉണ്ട്. കമലേഷ്, ഇത് അതിർത്തികളിലടക്കമുള്ള സുരക്ഷ അല്ലെങ്കിൽ ഒരു കർശന പരിശോധനയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, ഇതിൽ കർശനമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ തരത്തിലുള്ള പരിശോധന നടത്താൻ കഴിഞ്ഞ ദിവസം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, തിരുവനന്തപുരത്ത് മണ്ണന്തല എന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഈ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം. അതുപോലെ തന്നെ കണ്ണൂരിലെ പാനൂരിലും ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം. ഈ രണ്ട് സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്താകെ കർശന പരിശോധന നടത്താൻ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് ബോംബ് നിർമ്മാണവും എന്തിനു വേണ്ടിയുള്ളതാണ്, എന്തായിരുന്നു ബോംബ് നിർമ്മാണത്തിന്റെ ഉദ്ദേശം എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇപ്പൊ കണ്ണൂരിലാണെങ്കിലും ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ചികിത്സയിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്തിനാണ് ഈ ബോംബ് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. അത് സംബന്ധിച്ച് അതിൽ തുടർന്ന് മറ്റ് അന്വേഷണത്തിലേക്ക് പോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനമായും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം, ഒരു ഉത്തരവായി ADGP MR അജിത് കുമാർ നൽകിയത്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ ADGP നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കരുതൽ തടങ്കൽ അനിവാര്യമാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടടക്കം ഉണ്ടായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ, അതിൽ ബന്ധപ്പെട്ട മറ്റ് കുറ്റവാളികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകൾ, സംശയമുള്ള ആളുകൾ, ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ളതാണ്. അതായത് കരുതൽ തടങ്കലിൽ വെക്കണം എന്നുള്ളതാണ്, തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും. ആ നിലയിൽ വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണം എന്ന ഒരു നിർദ്ദേശവും ADGP MR അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാഹചര്യം, അതിനെ തുടർന്നുണ്ടായ സ്ഫോടനം, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ കണ്ണൂരിലെ മറ്റ് പ്രദേശങ്ങളിലും സുരക്ഷയും പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. നാദാപുരം അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിർത്തികളിൽ പരിശോധന കർശനമാക്കണം എന്നുള്ളതാണ്. ഈ കണ്ണൂർ ജില്ലയിലടക്കം നേരത്തെ തന്നെ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതൊരു വിഷയമാവുകയും പോലീസ് ഇതിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക്, അതായത് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിങ്ങോട്ട് ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ സുരക്ഷയും അതുപോലെ തന്നെ പരിശോധനയും ശക്തമാക്കണം എന്ന നിർദ്ദേശവും ADGP നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ബോംബ് നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ പോലീസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ കണ്ണൂരിലും അതുപോലെ തന്നെ മണ്ണന്തലയിലും അടക്കം ഉണ്ടായിട്ടുള്ളത്. മണ്ണന്തലയിൽ ചില സാമൂഹ്യവിരുദ്ധ ശക്തികളാണ് അല്ലെങ്കിൽ കൊട്ടേഷൻ അംഗങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലായി എങ്കിൽ പോലും ഏത് നിലയിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ ബോംബുകൾ നിർമ്മിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ച് തന്നെയാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെ കരുതൽ തടങ്കലിലാക്കുന്ന നടപടികൾ അടക്കം സ്വീകരിക്കണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP MR അജിത് കുമാർ നൽകിയിരിക്കുകയാണ്. വിദ്യ. കമലേഷ്, ഈയൊരു CPIM പ്രവർത്തകരായിരുന്നു ഇത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ CPIM അംഗത്വം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. എത്രമാത്രം നമുക്കിത് മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്? വിദ്യ, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഇത് ഏത് പാർട്ടിയാണ് എന്നത് സംബന്ധിച്ച് അത് പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഏത് പാർട്ടി ആയാലും കർശനമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ CPM പ്രവർത്തകർ എന്നാണ്
പൊതുവെ പറയുന്നത് എങ്കിൽ പോലും അവർക്ക് പാർട്ടി അംഗത്വമൊന്നും ഇല്ല. അതുമാത്രമല്ല, നേരത്തെ തന്നെ ഇവിടെ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലടക്കമുള്ള ആളുകളാണ് ഈ ബോംബുണ്ടാക്കിയ ആളുകൾ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് ഏത് പാർട്ടിക്കാരാണ്, എന്തിനു വേണ്ടിയാണ് ബോംബുണ്ടാക്കിയത് എന്നതടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഏത് പാർട്ടിയാണെങ്കിലും മുഖം നോക്കാതെയുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ഏത് പാർട്ടി എന്നത് നോക്കിയല്ല ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും CPM ആണെങ്കിലും അല്ലെങ്കിലും ഇത് സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബോംബുകൾ ഉണ്ടാക്കുന്നത്, ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എന്തിന് ബോംബ് ഉണ്ടാക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നിലവിൽ CPM-നെതിരെയാണ് ഈ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നത്. അതേസമയം തങ്ങളുടെ പ്രവർത്തകരല്ല, തങ്ങളെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരൊക്കെ, അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ച ആളുകളാണ് ഇപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള ആളുകൾ എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. വിദ്യ. ശരി കമലേഷ്, പാർട്ടി